So next we can see how to prepare a profit and loss account of bank. Okay, question idana, prepare the profit and loss account of Southern Bank Limited for the year ended 31st March 2020 from the following. You have given interest on deposits. ഇങ്ങനെ ഇൻട്രസ്റ്റ് കണ്ടാൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് ആണോ ഇൻട്രസ്റ്റ് ഏൺഡ് ആണോ എന്നാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിന് ബാങ്ക് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ്. സോ ഇറ്റ് ഈസ് ഷോൺ ഇൻ ഷെഡ്യൂൾ നമ്പർ 15. ഓക്കെ, കമ്മീഷൻ ക്രെഡിറ്റ് ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇൻകം ആണ്. അപ്പോൾ ഇൻകത്തിൽ ആകെ 2 ഹെഡ്സ് നമ്മൾ കാണിക്കാറുള്ളൂ, ഇൻട്രസ്റ്റ് ഏൺഡ് ആൻഡ് അതർ ഇൻകം. അപ്പോൾ ഇൻട്രസ്റ്റ് അല്ലല്ലോ ഇത്, കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിലെടുക്കണം, അതർ ഇൻകം, അതായത് ഷെഡ്യൂൾ നമ്പർ 14. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്തിരിക്കുന്ന ലോണാണ്. അതിൻ്റെ മുകളിൽ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻകം ഫോർ ദ ബാങ്ക്. സോ ഇറ്റ് ഈസ് ഷോൺ ഇൻ ഏത് ഹെഡിലായിരിക്കണം, ഇൻട്രസ്റ്റ് ഏൺഡ്, ഷെഡ്യൂൾ നമ്പർ 13. ദെൻ സൺട്രി ചാർജസ്, ഡെബിറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞ് തന്നിട്ടുണ്ട്. സൺട്രി ചാർജസ് എന്ന് പറയുന്നത് അതായത് എക്സ്പെൻസസ് കാണിക്കാൻ വേണ്ടി ഒന്ന് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, പിന്നെ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഏതിലാണ് വരിക, സൺട്രി ചാർജസ് ഒക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ അതർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ് കാണിക്കാം ലാസ്റ്റായിട്ട്. ഓക്കെ, റെൻറ്റ് ടാക്സസ് ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് ആണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇൻ ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ. ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഈ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് വരുന്നത് ഏതിലാണ്, ഇൻട്രസ്റ്റ് ഏൺഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, ബിൽസ് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻകം ഫോർ ദ ബാങ്ക്. അപ്പം ഈ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സിൽ വരേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ളത് പഠിച്ചു വെച്ചുള്ള ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്. ഓൾ ദീസ് 3 items ആർ ഷോൺ ഇൻ ഷെഡ്യൂൾ നമ്പർ 13, അതായത് ഇൻട്രസ്റ്റ് ഏൺഡിൽ കാണിച്ചിരിക്കണം. The next one is audit fees, directors fees, etc. All these are operating expenses. So in schedule number 16. Bad debts to be written off. ബാഡ് ഡെറ്റ്സ് എവിടെയാണ് കാണിക്കേണ്ടത്, അത് ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, പ്രൊവിഷൻസ് ആണ് ശരിക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് എവിടെ കാണിച്ചാൽ മതി, ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഇതിൽ കാണിച്ചാൽ മതി, ഇതിലാണ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്നുള്ളതിൽ കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ആദ്യം ഇൻകംസ് എഴുതുക. ഇൻകത്തിൽ ഇൻട്രസ്റ്റ് ഏൺഡ്. സോ ഫസ്റ്റ് യു ഹവ് ടു പ്രിപ്പയർ ഷെഡ്യൂൾ നമ്പർ 13. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 13 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഫോർമാറ്റ് നിങ്ങളൊന്ന് പഠിച്ച് വെക്കണം കേട്ടോ. അതായത് ഷെഡ്യൂൾ നമ്പർ 13 ഏതാ വരുന്നത്, ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡിൽ ഏതൊക്കെയാണ് കാണിക്കുക, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ആൻഡ് ബിൽസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വല്ല ഐറ്റം ഉണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 24,90,000. പിന്നെ ഒരു ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് വരുന്നുണ്ട് 14,90,000. പിന്നെ വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ആണ് 16 lakh. Then next one is interest on cash credit, that comes 23,20,000. ഇത്രയും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ആൻഡ് ബിൽസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതായത് ടോട്ടൽ ഓഫ് 79 lakh. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് ഏൺഡിൽ വരുന്ന വേറെ ഒന്നാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഉണ്ടോ നോക്കണം. ക്വസ്റ്റ്യനിൽ തരുകയാണെങ്കിൽ അതെടുത്ത് എഴുതുക, ഇവിടെ ഒന്നുമില്ല. Then third, interest on balance with RBI or other banks. Interest on balance with RBI or other interbank accounts. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതുമില്ല. പിന്നെ അതേഴ്സ്, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കാണിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഏൺഡ് കണ്ടുപിടിക്കുക. സോ ഹിയർ ടോട്ടൽ 79 lakh ഇൻട്രസ്റ്റ് ഏൺഡ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ട് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ ഇൻട്രസ്റ്റ് ഏൺഡ് 79 lakh.
ഇനി അതർ ഇൻകംസ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ നമ്പർ 14 പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ അതർ ഇൻകത്തിൽ ഏതൊക്കെയാണ് നമ്മൾ കാണിക്കാറ്? കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ്, റെൻറ്റ് റിസീവ്ഡ്, നെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാനിവിടെ നെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതാൻ കാരണം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ കിട്ടിയിട്ടുള്ള ഫിഗറാണ് നെറ്റ് പ്രോഫിറ്റ്. അതേപോലെ തന്നെ ബാക്കിയല്ല കേട്ടോ, എല്ലാത്തുനിന്ന് ലോസ് മൈനസ് ചെയ്യണം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, ബിൽഡിംഗ് ആൻഡ് അതർ അസെറ്റ്സ്, നെറ്റ് പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ, ഇൻകം ഏൺഡ് ബൈ വേ ഓഫ് ഡിവിഡൻഡ് എക്സെട്ര ഫ്രം സബ്സിഡിയറീസ്, മിസ്ലേനിയസ് ഇൻകം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തങ്ങാണ്ട് ഇതിൽ എഴുതിക്കണം. അപ്പോൾ നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആകെ വരുന്നത് ഏത് മാത്രമാണെന്നറിയോ? ഒരു കമ്മീഷൻ വന്നിട്ടുണ്ട്. കമ്മീഷൻ എനിക്ക് തോന്നുന്നു എത്രയാണ് വന്നിരിക്കുന്നത് അറിയാം. കമ്മീഷൻ ക്രെഡിറ്റ് വന്നിട്ട് 1 lakh വന്നിട്ടുണ്ട്. അപ്പോൾ ആ 1 lakh മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം നില്ലാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര തന്നെയാണ് വരുന്നത്? 1 lakh. ഓക്കെ, അപ്പം നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വീണ്ടും വരിക. അതർ ഇൻകം ഷെഡ്യൂൾ നമ്പർ 14 പ്രകാരം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 1 lakh. സോ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 80 lakhs. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് ആണ്. ഫോർ ദാറ്റ് യു ഹവ് ടു പ്രിപ്പയർ ഷെഡ്യൂൾ നമ്പർ 15. ഷെഡ്യൂൾ നമ്പർ 15 എല്ലാ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ആണ് അതായത് ബാങ്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ RBI ഓർ അതർ ഇൻ്റർ ബാങ്ക് ബോറോയിങ്സ്, അതേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് എത്രയാണോ തന്നിരിക്കുന്നത്? 32 lakhs ആണെന്ന്. ഒറ്റ മിനിറ്റ് നോക്കട്ടെ. യെസ്, ഫസ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 32 lakhs. ബാക്കിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് എത്ര തന്നെയാണ് വരുന്നത്? 32 lakhs. അപ്പം അത് വേണം നമ്മളെ ഷെഡ്യൂൾ നമ്പർ 15 എഴുതാൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയിട്ട്. ഓക്കെ, ഈ 16 കൂടെ ചെയ്തിട്ട് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ 16 അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഫസ്റ്റ് ഐറ്റം പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് ആണ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ടു എംപ്ലോയീസിൽ ഞാൻ പറഞ്ഞാൽ ഏതാ എടുക്കേണ്ടത്? ഇവിടെ ചിലപ്പോൾ സാലറി എന്നൊക്കെ പറഞ്ഞ് തരികയാണ്, അത് എടുക്കുക. ഇവിടെ നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട് അറിയോ? 5 lakh. ഓക്കെ, ദെൻ റെൻറ്റ്, ടാക്സസ് ആൻഡ് ലൈറ്റിംഗ്. അതായത് റെൻറ്റ് ആൻഡ് ടാക്സസ് എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട്? 2 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ അത് എഴുതാം. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഒന്നുമില്ലല്ലോ, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഇല്ല. ദെൻ വേറെ എന്താ? അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റി, അങ്ങനെ എന്താ ഉള്ളത് നോക്കുക. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ എഴുതുക. ഡയറക്ടേഴ്സ് ഫീസ് ഉണ്ടെന്ന്. ഡയറക്ടേഴ്സ് ഫീസ് ഓൺലി 16,000 ആൻഡ് ഓഡിറ്റേഴ്സ് ഫീസ് വരുന്നത് 35,000. ലോ ചാർജസ് ഇല്ല. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, അപ്പോൾ അതേപോലെ റിപ്പയർസ് ആൻഡ് മെഷീനറി, ഇൻഷുറൻസ്, അങ്ങനെയുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ബാഡറ്റ്സ് റിട്ടേൺ ഓഫ് എന്നുള്ളതാണ് ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിലൊന്നും പെടുത്താൻ പറ്റില്ല ബാഡറ്റ്സ് റിട്ടേൺ ഓഫ് എന്നുള്ളത്. ആ ബാഡറ്റ്സ് നമ്മൾ എവിടെ എടുക്കേണ്ടത്? പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ കൊടുത്തോളാം. ഓക്കെ, ഇനി വരാനുള്ളത് നമുക്കിതിൽ അതർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് കാണിക്കാം? സൺട്രി ചാർജസ് ഉണ്ട്. ഒരു ഡെബിറ്റ് ബാലൻസ്, സൺട്രി ചാർജസ്, ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നാലാമതായിട്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾക്ക് എവിടെ കാണിക്കാം? അതർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൺട്രി ചാർജസ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. 1 lakh. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുന്നത് 8,51,000. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ. അപ്പം പ്രോഫിറ്റ് ഈ എക്സ്പെൻഡിച്ചറിൽ 15 നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് എത്രയായിരുന്നു കിട്ടിയിരുന്നത്? ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സ്പെൻറ്റഡ് എന്ന് പറയുന്നത് 32 lakhs വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ടോട്ടൽ വന്നിട്ടുള്ളത് എത്രയാണ്? 8,51,000. അല്ല സോറി, എത്രയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വന്നത്? യെസ്, 8,51,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസിയിൽ ഏത് കൊടുക്കാം? ബാഡറ്റ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാഡറ്റ്സ് എമൗണ്ട് എത്രയായിരുന്നു? നമ്മൾ ബാഡറ്റ്സ് നോക്കട്ടെ. 3 lakh. 3 lakh. So find out total expenditure.
അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 43,51,000 വരും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. അതായത് 80 ലാക്കിൽ നിന്ന് 43,51,000 മൈനസ് ചെയ്യുക. സോ 36,49,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയും. പ്രോഫിറ്റ് ബ്രോട്ട് ഫോർവേഡ് ഒന്നും തരാത്ത സ്ഥിതിക്ക് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ് വരിക? 36,49,000. ഇനി ഒന്നും പറയണമെന്നൊന്നുമില്ല. എവ്രി ഇയർ യു ഹാവ് ടു ട്രാൻസ്ഫർ 25% ഓഫ് യുവർ നെറ്റ് പ്രോഫിറ്റ് ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻസ് എന്നാണ് അടുത്ത ഹെഡിങ് വരിക. അപ്പോൾ അപ്രോപ്രിയേഷൻസിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്. 25% ഓഫ് യുവർ പ്രോഫിറ്റ് ഇസ് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. അപ്പോൾ നമ്മളെ പ്രോഫിറ്റ് എത്ര? 36,49,000 അല്ലേ? അതിൻ്റെ 25% ഏതിലേക്ക് മാറ്റണം? സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റണം. അപ്പോൾ അത് വരുന്നത് 9,12,250 വരും. ഓക്കെ, ദ ബാലൻസ് എമൗണ്ട് ഇസ് ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. വേറെ ഏതെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ചെയ്യണം. അതാണ് ട്രാൻസ്ഫർ ടു അതർ റിസർവ്സ് എന്ന് പറഞ്ഞ് എഴുതിയത്. വേറെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയായിരുന്നു? 36,49,000 അല്ലായിരുന്നു. അതിൽ നമ്മൾ 25%, അതായത് 9,12,250 ഇസ് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രോഫിറ്റിൻ്റെ ബാക്കി വരുന്നത് 27,36,750 ആണ്. ദാറ്റ് എമൗണ്ട് ഇസ് ട്രാൻസ്ഫർ ടു balance sheet. Okay, this is the format of profit and loss account. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ അതിൻ്റെ ഇത് വെച്ച് പഠിച്ചോളണം, ഓരോ ഐറ്റം എന്തിലാണ് വരിക എന്നുള്ളത്, എന്നിട്ട് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.